ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്ന കുറച്ച് കോട്ട സാരീസ് ആണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ തീമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റും ഓഫ് വൈറ്റും അതുപോലെ തന്നെ പല കളറിലുള്ള സാരീസ് ആണ്. കുറച്ച് കൂടുതൽ നമ്മൾ ക്രിസ്മസിന് പള്ളിയിൽ പോകുമ്പോൾ ഉടുക്കാൻ പറ്റിയ രീതിയിൽ രണ്ട് സൈഡിലും മുന്താണിയിൽ തയ്ച്ചും കുറച്ചധികം വർക്ക് ചെയ്തിട്ടുള്ള ചെക്കോട്ട ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏത് സാരിക്കാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എവിടേക്കാണ് വരുന്ന ഡിസൈൻസും അതിൻ്റെ ത്രെഡ് യൂസ് ചെയ്തതാണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എഴുതി വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ക്രിസ്മസ് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഒരു വൈറ്റിൽ ഒരു റെഡ് കോമ്പിനേഷനുള്ള ഒരു വർക്കാണ് ആദ്യത്തെ സാരി തന്നെ. വൈറ്റ് ചെക്കോട്ട സാരിയിൽ ലേസി ഡേസി ഡിസൈൻ വെച്ച ഒരു ഫ്ലവർ ബഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് മുന്താണിയുടെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. അപ്പോൾ മുന്താണിയിൽ ഒരു ഡിസൈൻ ഇതുവരെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് പിങ്ക് എന്നിട്ട് ഡബിൾ ഷെയ്ഡാണ്. റെഡും പിങ്കും കൂടെ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. പ്രായമായ ആൾക്കാർക്ക് ഉടുക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നതാണ്. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഇത്രയും ഫുള്ളില്ലെങ്കിലും കുറച്ചൊരു ഡിസൈൻ തലയിലിടുമ്പോൾ കാണാനായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ മുന്താണിയിൽ കുറച്ച് ഡിസൈനേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഫുൾ പാറ്റേൺ ഇല്ല, ഒരു കുഞ്ഞ് പോർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ. പിന്നെ വന്നിട്ട് നമ്മുടെ റണ്ണിങ് പോർഷനിലാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. അവിടെയും ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതുമാതിരി. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലാണ് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ രണ്ട് ഡിസൈനാണ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് അത്യാവശ്യം നല്ല വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡിസൈൻ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ ഫ്രണ്ട് നല്ലോണം ഇരുന്നോളും. നല്ല മാതിരി പിന്നെ സ്റ്റിച്ചിങ് ഉണ്ടാകും. പിന്നെ നമ്മുടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഈ മാതിരിയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ സെയിം പാറ്റേൺ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുവരെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വലിയ ഡിസൈൻ 3 ഉണ്ട്. രണ്ട് കുഞ്ഞ് ഡിസൈൻ, മുന്താണിയുടെ അപ്പുറത്തെ ഭാഗത്ത് ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആ രണ്ട് കുഞ്ഞു ഡിസൈനും കൂടെ കൂടിയ ഒരു വലിയ ഡിസൈൻ ആകും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 4 ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ചെക്കോട്ടയിൽ വൈറ്റ് ചെക്കോട്ടയിൽ ഡബിൾ ഷെയ്ഡ് എന്നുവെച്ചാൽ റെഡും പിങ്കും കൂടെ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ലേസി ഡേസിയാണ് സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഈ ഒരു വൈറ്റ് ചെക്കോട്ട. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യേണ്ടത്. ഇതിൻ്റെ റേറ്റ് 2350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. രണ്ടാമത്തെ സാരി ഒരു ഓഫ് വൈറ്റ് സാരിയാണ്. അതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ആപ്ലിക്യൂ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും മുന്താണിയുടെ രണ്ട് സൈഡിലും ഉണ്ട്. ഇതിപ്പോൾ പ്യുവർലി നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ അതുപോലെ ആ സെയിം കളർ റെഡ് കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇതുപോലെ ഒരു കൊല, ചെറിയുടെ കൊല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് തയ്ച്ചിരിക്കുന്ന ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെംസ് ഒരു ഒലീവ് ഗ്രീൻ കളർ ത്രെഡുമാണ്. ഈ ചെറീസ് തയ്ച്ചിരിക്കുന്നത് നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ കൂടെ ലൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡാണ്. മറു സൈഡിൽ നമ്മൾ അതിൻ്റെ ഫുൾ അല്ല, ഈ ഒരു പോർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. മറു സൈഡിൽ മുന്താണിയുടെ മറു സൈഡിൽ അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഇതിൻ്റെ ഫുൾ ഇതില്ല, ഈ ഒരു പോർഷനാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് തയ്ച്ചിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നതാണ് ചെസ്റ്റ് പോർഷനിൽ. ചെസ്റ്റ് പോർഷനിൽ ഇച്ചിരി അത്യാവശ്യം നല്ലോണം നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിട്ടുണ്ട്.
ഈ മാതിരിയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഒരു വലുത്, ഒരു കുഞ്ഞത്, പിന്നെ വലുത്, കുഞ്ഞത്, അങ്ങനെ അടുപ്പിച്ച് നല്ലോണം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റെഡ് കളർ ആയതുകൊണ്ട് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത്രയും തയ്ച്ചപ്പോഴേയും നല്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇതുപോലെ തന്നെ ഇത്രയും പോർഷനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. കാലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു കൊല തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഈ സാരിയുടെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. ആപ്ലിക്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് സാരിയുടെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. ഇങ്ങനെ കാലിൻ്റെ താഴെയുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ആ സെയിം പാറ്റേൺ തന്നെ മേളിൽ കണ്ട ആ സെയിം പാറ്റേൺ തന്നെ കാലിൻ്റെ അവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഫ്രണ്ടിൽ 2 വലുത്, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ മുന്താണിയിൽ ഒരു വലുത്, അങ്ങനെ 4 വലിയ ഡിസൈനാണ് വരുന്നത്. കുഞ്ഞത് ഷോൾഡർ എന്ന് വെച്ചാൽ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലുണ്ട്, റണ്ണിങ് പോർഷനിലുണ്ട്, ഫ്രണ്ടിൽ 2 ഉണ്ട്. അപ്പോൾ 4 കുഞ്ഞതും 4 വലുതുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2150 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ സാരി മെറ്റീരിയൽസിൽ വേണം അല്ലെങ്കിൽ കളർ വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മതി, അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സാരി ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്തും റെഡ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ആദ്യം നമ്മൾ വൈറ്റിൽ കണ്ടില്ലേ, ആ സാരിയിൽ യൂസ് ചെയ്ത സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ സാരിയിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റിച്ച് വ്യത്യാസമുണ്ട്, ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വരുമ്പോൾ അതിൻ്റെ ആ കളർ വേരിയേഷൻസ് പോണത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അത് ഒരു സൈഡാണ് മുന്താണിയുടെ ഒരു സൈഡാണ്, മറു സൈഡിൽ അതിൻ്റെ ഫുള്ളും ഇല്ല, കുറച്ച് പോർഷനായിട്ട് തയ്ച്ചിരിക്കുന്നത്. ഇത്രയായിട്ടാണ് മറു സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പം 2 സൈഡിലും വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ മുന്താണി കണ്ടുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ട് യെല്ലോ കളർ, ലൈറ്റ് യെല്ലോ കളറാണ് ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത്. ലീവ്സും ലൈറ്റ് ഗ്രീൻ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസിനും കൊടുത്തിരിക്കുന്നത്. ലേസി ആണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് 3 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് ആ കളർ. ഡബിൾ ഷീറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുക്ക് ആ ലൈറ്റ് യെല്ലോ, ബേബി യെല്ലോ എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു അത്രയ്ക്ക് ലൈറ്റ് യെല്ലോയാണ് ഫ്രഞ്ച് നോട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 5 വലിയ ഡിസൈനും 6 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതും റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1820 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അതൊരു ബ്ലൂ ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് റോസിറ്റി സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും രീതി പോകുന്ന ഇതുവരെ തന്നെയാണ്. മുന്താണിയുടെ 2 സൈഡിലും റണ്ണിങ് പോർഷനിലും ഷോൾഡർ പ്ലീറ്റിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് വർക്ക് വരുന്നത്. അവിടേക്കാണ് നമ്മൾ കൂടുതൽ കാണുന്ന ഏരിയയിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം വർക്ക് തന്നെ വേറെ ചെക്കോട്ടയിൽ വേണം, കൂടുതൽ നമ്പർ ഓഫ് ഡിസൈൻസ് വേണം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞേച്ചാൽ മതി, അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ ബ്ലൂ കളറാണ്. നമ്മുടെ സ്കൈ ബ്ലൂ കളറിൻ്റെ അകത്ത് ഒരു പീച്ച് കളർ കോമ്പിനേഷനാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ലൈറ്റ് പീച്ച് കളർ റോസിറ്റി സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫിഷ് ബോണും അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈൻ തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. ഈ ഫുൾ ഡിസൈൻ ഇല്ല, ഹാഫ് പോർഷൻ മാത്രമായിട്ട് തയ്ച്ചിരിക്കുന്നതാണ് ഇപ്പുറത്തെ സൈഡിൽ. റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ നമ്മൾ ഫുൾ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഹാഫ് അല്ല, ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഫുൾ ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഡിസൈൻ 3 എണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. 3 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ റോസിറ്റി സ്റ്റിച്ചാണ്. നല്ല റോസാപ്പൂ പോലെ തന്നെ നല്ലോണം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സെയിം കളർ ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡുള്ള ബ്ലൗസ് പീസ് കിട്ടുവാണെങ്കിൽ 2x2 ബ്ലൗസ് പീസ് കിട്ടുവാണെങ്കിൽ അതിട്ടാൽ കുറച്ചുകൂടെ
ഒരു അട്രാക്ഷൻ കിട്ടും ഈ കളർ കോമ്പിനേഷൻ കാരണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഫ്രണ്ടിൽ 3 ഷോൾഡറിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം, മുന്താണിയിൽ ഒരെണ്ണം, പിന്നെ 2 മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും റണ്ണിങ് പോർഷനിലും ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സാരി കണ്ടു നോക്കാം. ഇന്ന് അടുത്ത സാരി ഒരു പിസ്ത ഗ്രീൻ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ബൂളിയൻ നോട്ട് ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിസ്ത ഗ്രീൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡിൻ്റെ ലൈറ്റ് ലാവൻഡറും പേർപ്പിൾ, ചുറ്റും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ലാവൻഡർ എന്ന് വെച്ചാൽ പേർപ്പിൾ എന്നും പറയാം. ആ ഒരു കളർ കോമ്പിനേഷൻ ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ലീവ്സും സ്റ്റെംസൊക്കെ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു കാണുമ്പോൾ ഒരു അട്രാക്ഷനുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വർക്ക് വരുന്നില്ല, ഒരു സൈഡിലേ വർക്കുള്ളൂ. ഇത് ബൂളിയൻ നോട്ട്സ് വെച്ചിട്ടാണ്, നടുക്ക് ഫ്രഞ്ച് നോട്ടും ചുറ്റും ബൂളിയൻ നോട്ട്സുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞ് ബഡ്സ് ആണെങ്കിലും ബൂളിയൻ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ലീവ്സ് എല്ലാം ഫിഷ് ബോൺ ആണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് മുന്താണിയിൽ. പിന്നെ റണ്ണിങ് പോർഷനിലുണ്ട് ഒരു ഡിസൈൻ. അതിൻ്റെ അകത്ത് ഫുൾ ഡിസൈൻ വരുന്നില്ല. റണ്ണിങ് പോർഷൻ്റെ അകത്ത് ഒരു ഹാഫ് ഡിസൈൻ ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അത്യാവശ്യം നല്ലോണം ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കളർ ഈ ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഷോൾഡറിൽ വരുന്നതാണ്. ഒരു വലുതോ ഒരു കുഞ്ഞതോ ഒരു വലുതോ അങ്ങനെ ആയിട്ടാണ് ഷോൾഡറിൽ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു വലിയ പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം ബൂളിയൻ നോട്ട് ഇതിൻ്റെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. ബൂളിയൻ നോട്ട്സ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് റേറ്റും കൂടിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 1850 ആണ്. വലിയ ഡിസൈൻസ് ഇതുപോലത്തെ 3 ഉള്ളത്. 4 ഉള്ളത്. ഫ്രണ്ടിൽ 2 റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും പിന്നെ മുന്താണിയിലും. അങ്ങനെ 4 വലിയ ഡിസൈനും കുഞ്ഞ് ഡിസൈനായിട്ട് 2 വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി നമ്മുടെ ഒരു ആഷ് കളർ അല്ലെങ്കിൽ പൗഡേർഡ് ബ്ലൂ കളർ എന്ന് പറയുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റെഡ് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ, ബ്രൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊരു കുഞ്ഞ് ഡിസൈനാണ്, പക്ഷെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലത്തെ ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് മുന്താണിയിൽ ഒരെണ്ണം, അതിങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ. അപ്പം മുന്താണി തൊട്ട് ഷോൾഡറിൽ നമ്മൾ പിന്ന് കുത്തുന്ന അവിടം വരെ ഒരു 3 ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് അടുപ്പിച്ച് കുറച്ച് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ അടുപ്പിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 5 ഡിസൈനാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് 1 2 3 4 5 ഇതുപോലെ 5 ഡിസൈൻ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന് റെഡ് ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. ആ ഒരു അട്രാക്ഷൻ കിട്ടും ആ വർക്കിന്. നമ്മൾ ചെയ്ത വർക്ക് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു റെഡ് ബ്ലൗസ്, ഈ കളർ ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. കോട്ടൺ ബ്ലൗസസ് മതി. അതല്ലെങ്കിൽ കോട്ടണിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്ലെയിൻ ബ്ലൗസ് തന്നെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഈ വർക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ 5 വരുന്നുണ്ട്. പിന്നെ മുന്താണിയിൽ 3 റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ 1. അങ്ങനെ മൊത്തത്തിൽ 9 ഡിസൈൻസ് ആണ് ഈ സാരിയിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വീഡിയോയിൽ അതിൻ്റെ കളർ ശരിക്കും അറിയാൻ പറ്റത്തില്ല. ഇതൊരു പൗഡേർഡ് ബ്ലൂ അല്ലെങ്കിൽ നമ്മുടെ
ആഷ് കളർ, ലൈറ്റ് ആഷ് എന്ന് പറയാം. നമ്മുടെ ചാരത്തിൻ്റെയൊക്കെ ലൈറ്റ് കളറില്ല, ആ ഒരു കളറാണ് ഈ ഒരു സാരിയിൽ. അതിൻ്റെ അകത്ത് നല്ല ബ്രൈറ്റ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. അപ്പോൾ ഈ ഇന്നത്തെ സാരീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആർക്കൊക്കെ താല്പര്യമുണ്ട് അവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.